ഈ ഒരു ആക്സസിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സ്മാർട്ട് ട്രേഡർ അൽഗോ എന്ന് പറയുന്നൊരു പുതിയൊരു അൽഗോയാണ്. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ സ്ട്രാറ്റജി നമ്മൾ റിവീൽ ചെയ്യുന്നില്ല, പകരം നമ്മളത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഒരു ഇൻഡിക്കേറ്റർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു അൽഗോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇത് ചെയ്യുന്ന എന്താണെന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം കാണാൻ പറ്റും ഒരു റെഡി ഫോർ ബൈ കാണാൻ പറ്റും, അതിനുശേഷം ഒരു ബൈ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ കൺഫർമേഷൻ വരുമ്പോഴായിരിക്കും നമ്മളൊരു ട്രേഡ് എടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ ടാർജറ്റ് വെക്കുന്നുണ്ട്. ആ ഒരു ടാർജറ്റും അതേപോലെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ മാനുവലി വെക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് TPSL ലെവൽ കാണിക്കുന്നില്ല, പകരം നമുക്ക് ആ ഒരു ടാർജറ്റും SL നമ്മൾ മാനുവലി പ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് വെർഷനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു റെഡി ഫോർ സെല്ല് കണ്ടു, അതിനുശേഷം ഒരു സെല്ല് കണ്ടു. ഓക്കെ, അപ്പോൾ ഈ റെഡി ഫോർ സെല്ല് കണ്ട് കഴിഞ്ഞാൽ നമ്മൾ റെഡി ആവും, ട്രേഡിന് വേണ്ടിയിട്ട് റെഡി ആവും. അതേപോലെ സെല്ല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കും. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് സംഭവിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യും, എന്നിട്ട് നമ്മൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് ഒരു റെഡി ഫോർ സെല്ല് കണ്ടു, അതിനുശേഷം നമ്മളിവിടെ ഈ സെല്ല് വരുമ്പോൾ ഒരു ട്രേഡ് എടുക്കും. എക്സാമ്പിൾ ഞാനിവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനിവിടെ ടാർഗറ്റ് ചെയ്യുന്ന ചെറിയ സ്മോൾ പോയിന്റ്സ് ആയിരിക്കും. ഞാനിവിടെ ബോട്ടിൽ നമുക്ക് വെക്കാൻ പറ്റുന്നത് ഒരു $2.5 നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലൊക്കെ വരുമ്പോൾ ടാർഗറ്റ് അടിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ $2.5 വരെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. അതേപോലെ നമുക്കൊരു $10 നമുക്ക് SL വയ്ക്കാം. ഒരു ഹാർഡ് സ്റ്റോപ്പ് ലോസ് ആണ്. അത്രത്തോളം മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമുക്ക് അങ്ങനെ വയ്ക്കാം. ഓക്കെ, പക്ഷേ ആ ഒരു $10 എപ്പോഴും അടിക്കാനുള്ളൊരു ചാൻസ് വളരെ കുറവായിരിക്കും. നമുക്ക് ഒരു ദിവസം 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെ കുറച്ചധികം ട്രേഡ്സ് വരുന്നുണ്ട്. ആ ഒരു ട്രേഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസും $2.5 അടിക്കാനുള്ള ചാൻസേ വരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാനൊരു $10 വെക്കാന്നുള്ളൊരു കൺഫർമേഷനിൽ എത്തിയത്. അതേപോലെ തന്നെ നമ്മൾ ടാർഗറ്റ് വളരെ ചെറുതായിരിക്കും. നമ്മൾ 0.01 ലോട്ടിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. 0.01 ലോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് $2.5 ആയിരിക്കും. ഓക്കെ, നമുക്ക് $2.5 ആയിരിക്കും നമുക്ക് 0.01 ലോട്ടിൽ കിട്ടുന്നത്. ഓക്കെ, 2.5 നമുക്ക് 0.1 ആണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് $25 പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി 1 ലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് $250 ആണ് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രം മതിയാവും നമുക്ക്. ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കൂടുതലും കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഈ ഒരു ട്രേഡിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടോമേറ്റഡ് വെർഷനാണ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു ഫസ്റ്റ് ഒരു റെഡി ഫോർ ബൈ കാണിച്ചു, ശേഷം നമുക്കൊരു ബൈ കാണിച്ചു. നമുക്ക് ഈ ഒരു ബൈയിൽ നമ്മൾ ട്രേഡ് എടുക്കും. സ്റ്റോപ്പ് ലോസ് നമ്മൾ $10 കണക്കാക്കിയിട്ട് വെക്കും. 0.01 ലോട്ടിലാണെങ്കിൽ $10 കണക്കാക്കിയിട്ട് നമ്മളിവിടെ വെക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ 2.5 ആണ് നമ്മൾ ടാർഗറ്റ് വയ്ക്കുകയുള്ളൂ. ഓക്കെ, 2.5. അപ്പം നമുക്കത് മസ്റ്റായിട്ട് ഹിറ്റ് ആവുന്നുണ്ട്. നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ചിലപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്കത് ഇവിടെ വീണ്ടും ഒരു ബൈ കാണിച്ചു. നമുക്ക് ആ ഒരു ട്രേഡ് ഇവിടെ ഹിറ്റായി, ടാർഗറ്റ് ഹിറ്റായത് കാണാൻ പറ്റും. 2.5 ഒക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ 1 മിനിറ്റ് ടൈം ഫ്രെയിം ആയതുകൊണ്ട് ഒരു 10 മിനിറ്റുള്ളിൽ തന്നെ ഏകദേശം ഹിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ക്യാപിറ്റൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു $50 $100 ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 0.01 ലോട്ടിൽ മാത്രം എടുത്താൽ മതി. ഇനി നമ്മുടെ ക്യാപിറ്റൽ ഒരു $1000 മേളിലൊക്കെ ആണെങ്കിൽ നമുക്ക് 0.1 എടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് ആ രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു 2.5 നമുക്കിവിടെ മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു സ്പ്രെഡിൻ്റെ വാല്യൂ അങ്ങോട്ട് മാറുന്നുണ്ടെങ്കിലും നമുക്കൊരു 2.5 ഇവിടെ ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, $10 നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഒരു ഹാർഡ് സ്റ്റോപ്പ് ലോസ് ആണ്. ഇനി അതിലും കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിത് അൽഗോയിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചാർട്ട് കാണിച്ചു തരുന്നതാണ്. നമുക്കിത് അൽഗോയുടെ സ്ക്രീനിലോട്ട് പോയിട്ട് അത് അവിടെ തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നമുക്ക് വീണ്ടും ഒരു സെല്ലും റെഡി ഫോർ സെല്ലും ഒരു ക്യാൻഡിൽ തന്നെ സംഭവിച്ചു. നമുക്ക് അതിനുശേഷം അവിടെ ട്രേഡ് വരുന്നുണ്ട്. നമ്മൾ അവിടെ തന്നെ ഒരു ട്രേഡ് എൻ്റർ ചെയ്തു. അതും TP തന്നെയാണ്. ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ TP തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി SL വരുന്ന സാഹചര്യങ്ങൾ ഒരെണ്ണം നോക്കാം.
ഇത് നമുക്ക് TP ആണോ SL ആണോ എന്ന് ജസ്റ്റ് നോക്കാം. ഇത് നമുക്ക് TP തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു സ്പ്രെഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് TP തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെയും ബൈ നമുക്ക് TP തന്നെയാണ്, ഇവിടെയും TP ആണ്. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡ് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് ഇത് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. പക്ഷെ നമ്മുടെ TP വളരെ അടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഹിറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അൽഗോയിലോട്ട് പോയിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ അൽഗോ. ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് കാണാൻ പറ്റും. ഈ ഒരു കാണുന്ന ഫസ്റ്റ് ട്രേഡ് നോക്കണ്ട, ഇതൊരു ഡെമോ അക്കൗണ്ടാണ്, ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത ഒരു അക്കൗണ്ടാണ്. ഓക്കെ, ഇതിൻ്റെ ഇന്നത്തെ റിസൾട്ടാണ് ഈ കാണുന്നത്. 2.3 മുതലുള്ള അങ്ങോട്ട് കാണുന്നതല്ല, ഇന്നത്തെ ട്രേഡ് റിസൾട്ടാണ്. ഏകദേശം എല്ലാ ട്രേഡും പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇനി സെറ്റിങ്സിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് നമുക്കിവിടെ ഒരു എനേബിൾ EA ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ യൂസ് ഇക്വിറ്റി ഓർ ബാലൻസ് എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിനകത്തുള്ള ഇക്വിറ്റിയോ അല്ലെങ്കിൽ ബാലൻസോ ഏതാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ട്രൂ തന്നെ കൊടുത്തിരുന്നാൽ മതി. ഓക്കെ, അതേപോലെ നമുക്കിവിടെ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ഒരു ടൈം ഫ്രെയിം നമ്മൾ 1 മിനിറ്റിൻ്റെ കൊടുത്താൽ മതി. നമ്മളിവിടെ കൊടുക്കുന്ന ടൈം ഫ്രെയിം അനുസരിച്ചിട്ടായിരിക്കും ട്രേഡിൻ്റെ നമ്പേഴ്സ് ഓഫ് ട്രേഡും അതേപോലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഒരു 1 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ട്രേഡ്സ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതേപോലെ 3 മിനിറ്റ് 5 മിനിറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ്സിൻ്റെ എണ്ണം കുറവായിരിക്കും, പക്ഷേ നമുക്ക് ട്രേഡ് കുറച്ച് ക്വാളിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. എന്നാലും 1 മിനിറ്റിൽ തന്നെ അത്യാവശ്യം നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ ട്രേഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മിനിറ്റ് എടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കിവിടെ മാക്സിമം ട്രേഡ്സ് എത്ര ട്രേഡ് വേണമെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ദിവസം എത്ര ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ട്രേഡ്സ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു 10 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 10 നമ്പർ ഓഫ് ട്രേഡ്സ് എടുക്കുമ്പോൾ പിന്നെ സ്റ്റോപ്പ് ആവും, ആ ദിവസത്തേക്കുള്ള ട്രേഡ് ക്ലോസ് ആവും. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് 0 കൊടുക്കുകയാണ്. 0 എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ട്രേഡ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് ട്രേഡ് മോഡ് വരുന്നുണ്ട്. ട്രേഡ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് മാത്രം എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബൈയും സെല്ലും എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ ബൈ ഓൺലി എടുക്കാം, സെൽ ഓൺലി എടുക്കാം. ബോത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലുള്ള ട്രേഡ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വേറൊരു കൺഫർമേഷൻ കൂടെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ കുറച്ചുകൂടെ ഫിൽട്ടറേഷൻ നടത്താൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു കറൻ്റ്ലി ഒരു സ്ട്രാറ്റജി അതിനകത്തുണ്ട്. ആ ഒരു സ്ട്രാറ്റജിയുടെ കൂടെ നമുക്ക് EMIൻ്റെ ഒരു കൺഫർമേഷൻ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ റിക്വയർ EMI ഫോർ ട്രെൻഡ് ഫിൽട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ EMI പീരീഡ് കൊടുത്തിട്ടുണ്ട്. ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ 200 എന്ന് പറയുന്ന വാല്യൂ ആണ്. ആ ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ക്യാൻഡിൽസ് ആ ഒരു EMI 200ൻ്റെ താഴെ നിൽക്കുകയാണെങ്കിൽ സെല്ല് മാത്രം കൺസിഡർ ചെയ്യുള്ളൂ. ഇനി അല്ല EMIയുടെ മേളിലാണെങ്കിൽ ബൈ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ക്വാളിറ്റി ട്രേഡ്സ് ആയിരിക്കും. നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനും ഫോൾസും ആക്കി നോക്കാം, ട്രൂ ആക്കി നോക്കാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഡിഫോൾട്ടായിട്ട് ഫോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇവിടെ ഫോൾസ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഫോൾസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രേഡ് എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ആയിരിക്കും എൻ്റർ ആവുന്നത്. ഓക്കെ, ഇനി നമ്മൾ ട്രൂ ആണെന്നുണ്ടെങ്കിൽ വിത്ത് സ്റ്റോപ്പ് ലോസ് ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ട്രേഡിലോട്ട് എൻ്റർ ആവുന്നത്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇനി താഴോട്ട് വരുമ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു ഓപ്ഷനോട്ട് അങ്ങോട്ട് വരാം. ഇനി നമ്മൾ നോക്കുന്നത് ലോട്ട് സൈസിങ് എന്ന് പറയുന്ന ഒരു മെനു ആണ്. അതിന് നമുക്കിവിടെ കാണാൻ പറ്റും ലോട്ട് സൈസിങ് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് റിസ്ക് ബേസ്ഡ് ലോട്ട് കാൽക്കുലേഷൻ. ഇപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റിസ്ക് പെർസെൻറ്റേജ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ കൊടുക്കുന്ന റിസ്ക് എമൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ട്രേഡ് എടുക്കാൻ പോകുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു $1000 ക്യാപിറ്റലാണ് ലോഡ് ചെയ്തേക്കുന്നതെന്ന് വയ്ക്കാം. ഓക്കെ, ആ $1000 ക്യാപിറ്റലിൻ്റെ 1% മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ $1 എന്ന് പറഞ്ഞ് 1% കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇവിടെ നമ്മൾ യൂസ് റിസ്ക് ബേസ്ഡ് ലോഡ് കാൽക്കുലേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, എന്നാലായിരിക്കും അതിൻ്റെ ഉപയോഗം വരുന്നുള്ളൂ. അങ്ങനെ അതല്ലാതെ നമുക്ക് വേറൊരു മെത്തേഡ് കൂടെ വരുന്നുണ്ട്. അതാണ് ഈ ഫിക്സഡ് ലോഡ് സൈസ് യൂസർ പ്രൊവൈഡഡ്. അതാണ് നമുക്കിപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ ചെറിയ ക്യാപിറ്റലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ഫിക്സഡ് ലോഡ് സൈസ് ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫിക്സഡ് ലോഡ് സൈസിൻ്റെ ഒരു വാല്യൂ ഇവിടെ കൊടുക്കാൻ പറ്റും. 0.01 കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന ലോഡ് സൈസിലായിരിക്കും ട്രേഡ് പിന്നെ എടുക്കാൻ പോകുന്നത്. നമ്മളിവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ലോട്ടിലായിരിക്കും നമ്മൾ ഇതിന് ട്രേഡ് എടുക്കുകയുള്ളൂ. അത് നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫിക്സഡ് ലോട്ട് സൈസ് ചൂസ് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ 1 ലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ലോട്ടാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലോട്ട് കൊടുക്കാം. 0.1 കൊടുക്കാം, ഏത് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാവുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ 0.01 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അതനുസരിച്ചുള്ള പ്രോഫിറ്റും ലോസും ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു റിസ്ക് ബേസ്ഡ് ലോട്ട് കാൽക്കുലേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ എത്ര ക്യാപിറ്റൽ നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ അക്കൗണ്ടിനകത്ത് ഒരു $5000 ഉണ്ടെന്ന് വയ്ക്കാം. $5000 നമുക്ക് ഫുള്ളായിട്ട് എടുക്കണ്ട. ഇനി അതിൽ നിന്നൊരു $1000 1% മാത്രം റിസ്ക് എടുത്ത് പോയാൽ മതി എന്ന് നമുക്ക് ഇവിടെ തീരുമാനിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാലൻസ് ക്യാപിറ്റൽ അവിടെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. ഈ $1000 ഒരു ശതമാനം മാത്രമായിരിക്കും ട്രേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഇനി 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ എത്രയാണോ എമൗണ്ട് അത് തന്നെ യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷനാണ് SLTP മോഡ്. ഓക്കെ, അവിടെ നമുക്ക് 2 ഓപ്ഷൻ കാണാൻ പറ്റും. ATR ബേസ്ഡ് SL അതേപോലെ USD ബേസ്ഡ് SL. ATR ബേസ്ഡ് SL എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്തുള്ള വോളറ്റിലിറ്റി നോക്കിയിട്ട് ആ ഒരു ട്രേഡിൻ്റെ SLയും TPയും അത് തന്നെ തീരുമാനിക്കും. ഇപ്പോൾ എക്സാമ്പിൾ 1:2 റിസ്ക് റിവാർഡായിരിക്കും നോർമലി വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ആ ഒരു റിവാർഡിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു SLയും TPയും വെച്ചിട്ടായിരിക്കും എൻ്റർ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ഇവിടെ ATR ബേസ്ഡ് SL TP നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണത് ATR മൾട്ടിപ്ലെയർ ഫോർ സ്റ്റോപ്പ് ലോസ്. നമുക്ക് അതിൻ്റെ മൾട്ടിപ്ലെയർ മാറ്റി കൊടുക്കുന്നതനുസരിച്ചിട്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസിൻ്റെയും ഇത് സ്റ്റോപ്പ് ലോസിൻ്റെ ലെവലാണ്. ഇവിടെ നമുക്ക് ATRൻ്റെ മൾട്ടിപ്ലെയർ മാറ്റുന്നതനുസരിച്ചിട്ട് അത് ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ലെവൽ ഇൻക്രീസും ഡിക്രീസും ആവുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ വാല്യൂ കൂട്ടി കൊടുക്കുന്നതോറും ആ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ലെവൽ കൂടുന്നതായിരിക്കും അവിടെ. അപ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡ് കുറയും. അതേപോലെ നമുക്കിവിടെ ATR മൾട്ടിപ്ലെയർ ഫോർ ടേക്ക് പ്രോഫിറ്റ് ഉണ്ട്. അവിടെ നമ്മൾ വാല്യൂ കൂട്ടി കൊടുക്കുന്നതോറും നമ്മുടെ ടേക്ക് പ്രോഫിറ്റിൻ്റെ വാല്യൂ കൂടി വരും. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടാനുള്ള ചാൻസും വരും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ വരുന്നുണ്ട്, USD ബേസ്ഡ് SLTP. ഇതാണ് നമുക്ക് കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫിക്സഡ് ലോഡ് സൈസിങ് യൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഫിക്സഡ് ലോഡ് സൈസിങ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു USD ബേസ്ഡ് SLTP വേണ്ടത്. ഓക്കെ, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ SL സ്റ്റോപ്പ് ലോസിൻ്റെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഇൻ USD എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ $10 കൊടുക്കേണ്ടത്. ഓൾറെഡി 10 ഡിഫോൾട്ടായിട്ട് ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു ബോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടതില്ല. ഈ സെയിം ഡിഫോൾട്ട് സെറ്റിങ്സ് തന്നെ എൻ്റർ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ $10 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ $10 സ്റ്റോപ്പ് ലോസ് എപ്പോഴാണോ ഹിറ്റ് ചെയ്യുന്നത് അപ്പോഴേ നിങ്ങളുടെ ട്രേഡ് ഫുള്ളി ക്ലോസ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടുള്ള ലോഡ് സൈസ് ആയിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ലോഡ് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കൂടെ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, 0.01 നമ്മൾ $10 കൊടുക്കുന്നത്. അപ്പോൾ 0.1 ആകുമ്പോൾ നമ്മളത് 100 ആക്കണം. ഓക്കെ, സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ ടേക്ക് പ്രോഫിറ്റ് USD കാണാൻ പറ്റും. അത് നമ്മൾ 2.5 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 0.01 2.5, 0.1 ഇവിടെ നമ്മൾ ലോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 0.1 യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ $25 കൊടുക്കാം. ഓക്കെ, അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഡിഫോൾട്ടായിട്ട് സ്റ്റാർട്ടിങ്ങിൽ 2.5 കൊടുത്തിട്ട് തന്നെ പോയാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇവിടെ ഇൻക്രീസ് കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ വരുന്നുണ്ട്, എനേബിൾ ഇക്വിറ്റി ബേസ്ഡ് സ്കെയിലിംഗ് എന്ന് പറയും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ റിസ്ക് ബേസ്ഡ് ലോട്ട് സൈസിങ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉപയോഗം വരുന്നത്. അത് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു 10% ലോസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ എന്ന് വെച്ചാൽ ഇക്വിറ്റി നമ്മുടെ ടോട്ടൽ ഇക്വിറ്റി 100% ആയിരിക്കും. ആ ഇക്വിറ്റിയിൽ നിന്ന് 90% ഡ്രോപ്പ് 10% ഡ്രോപ്പ് വന്ന് 90% ഇക്വിറ്റി ആയി കഴിഞ്ഞാൽ നമ്മുടെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണ് ഇത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഒരു
സ്റ്റാർട്ടിങ്ങിൽ ഒരു 1% 2% റിസ്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ റിസ്കിനെ ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് 1%-ലോട്ട് മാറ്റും. അങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഓപ്ഷനാണ് ഈ വരുന്നത്. ഓക്കെ, അതേപോലെ പിന്നെ ഓപ്ഷൻ വരുന്നത് ട്രയലിംഗ് സ്റ്റോപ്പാണ്. നമ്മൾ ഫോൾസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഫിക്സഡ് ലോഡ് സൈസ് യൂസ് ചെയ്യുമ്പോൾ ഇതൊന്നും ആവശ്യം വരുന്നില്ല. നമ്മൾ അതൊക്കെ റിസ്ക് ബേസ്ഡ് ലോഡ് സൈസിങ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതെല്ലാം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമലി ട്രയലിംഗ് സ്റ്റോപ്പാണ്. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ 1.6 റിസ്ക് റിവാർഡ് റീച്ച് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രയലിംഗ് സ്റ്റോപ്പ് എനേബിൾ ചെയ്യും. പിന്നീട് നമ്മളെ പ്രോഫിറ്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇത് ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് ന്യൂസ് ഫിൽറ്റർ ഉണ്ട്. ന്യൂസ് ഫിൽറ്റർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് തരാം. അപ്പോൾ ന്യൂസിൻ്റെ ഒരു 15 മിനിറ്റ് അറൗണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. ആ ട്രേഡ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്കിവിടെ ന്യൂസിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. 3 എന്ന് പറയുന്നത് ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ആണെങ്കിൽ 3 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഫിൽട്ടർ ചെയ്യും. 1 എന്ന് പറയുമ്പോൾ ലോ മുതൽ ഫിൽട്ടർ ചെയ്ത് വരും. അപ്പം ട്രേഡ്സിൻ്റെ എടുക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ ഒരു ലോ ഇമ്പാക്റ്റ് ന്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ട്രേഡ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം 3 തന്നെ കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മളത് വേണമെന്നുണ്ടെങ്കിൽ ട്രൂ ആക്കി വയ്ക്കാം. ഇനി ഇത് ഒരു എക്സ്പെരിമെന്റിലാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫോൾസ് ആക്കി ഇട്ടാൽ മതിയാവും. ഇനി വേറെ അടുത്ത വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺകറന്റ് പൊസിഷൻസ്. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ആൽഗോ 0 എന്ന് പറഞ്ഞ നമ്മളിപ്പോൾ 1 എന്ന് പറയുന്നൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നോർമലി ഇത് ചെയ്യുന്നത് ഒരു സമയത്ത് ഒരു സിംഗിൾ ട്രേഡ് ആയിരിക്കും എടുക്കുന്ന. ഓക്കെ, ഒരു സമയത്ത് ഒരു സിംഗിൾ ട്രേഡ് ആയിരിക്കും എടുക്കുന്ന. ഇനി നമ്മളിവിടെ 1 മാറ്റി ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് 1 = ഡിഫോൾട്ട് സെറ്റിങ്സ് 0 ആക്കി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ട്രേഡ്സ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രേഡ് എടുക്കും. അത് നിലനിൽക്കുന്നത് കൂടി തന്നെ നെക്സ്റ്റ് ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ട്രേഡ് ഇങ്ങനെ കൺസിഡർ ചെയ്യും. നമ്മളിവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ 1 ആണ് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഒരു ട്രേഡേ ഉണ്ടാവുള്ളൂ. ആ ഒരു ട്രേഡ് ക്ലോസ് ആയി കഴിഞ്ഞിട്ടേ അടുത്ത ട്രേഡിനെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ട്രേഡ് മാത്രം മാറ്റി ടൈം മതിയെന്നുണ്ടെങ്കിൽ 1 കൊടുത്താൽ മതി. 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അൺലിമിറ്റഡ് ട്രേഡ്സ് വേണമെന്നുണ്ടെങ്കിൽ 0 കൊടുക്കാം. ഇനി നമുക്ക് ഒരു ട്രേഡ് അറ്റ് എ ടൈം ഉള്ള സമയത്ത് നമുക്ക് മറ്റുള്ള കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ട്രേഡ് വേണോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 3 എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മളിപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ചിട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഞാനിവിടെ ഒരു 1 ട്രേഡ് തന്നെ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഡീഫോൾട്ട് സെറ്റിങ്സ് തന്നെ യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആൽഗോ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആൽഗോ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആക്സസിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.